എന്നാലും വല്ലാത്തൊരു ചതിയായിപ്പോയി താൻ എന്നോട് ചെയ്തത്. ഈ പ്രതിമയ്ക്ക് ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്കറിയോ? ഉണ്ടാവും. അന്ന് ആ പ്രതിമ താൻ ഏറ്റുവാങ്ങിയത് തന്നെ ഇടത്തെ കൈകൊണ്ടാ. അതാണ് തന്റെ ദുർഗതിക്ക് കാരണം. ഓ, അപ്പൊ ഇടത്തെ കൈ കൊണ്ട് വാങ്ങിയതാ കുഴപ്പം. എന്താ തന്റെ നക്ഷത്രം? തിരുവാതിര. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതച്ചാൽ വിത്തു മുളച്ചീടാ വഴി പോയിടിൽ അവൻ വരാ എന്നാണ്. ഇന്ന് ആദ്യം പറയേണ്ടത് തന്നെ നക്ഷത്രം ഇതാണെന്ന്. ഈ തിരുവാതിര തീക്കട്ട പോലെ ജ്വലിക്കുന്നല്ലേ പറയാ? അതെ, താൻ ആ വിഗ്രഹം ഇപ്പൊ എവിടെയാ വെച്ചത്? അത് ഞാൻ ഈ സോഫേന്റെ അടിയിലാ വെച്ചത്. ലങ്കയിലെ രാവണനും ഇന്ദ്രജിത്തൊക്കെ ഉപാസിച്ചിരുന്ന വിഗ്രഹം അത്. നികുംഭില മലയിലെ ഒരു ഗുഹയില് അവര് ആരാധിച്ചിരുന്ന വിഗ്രഹ. കഷ്ടമുണ്ട്. അത് കൊണ്ടുവരൂ, നോക്കാം. അടുത്തോണ്ട് വരിക. എടോ, ഇത് ആ സോഫേന്റെ അടിയിൽ വെക്കേണ്ട സാധനമല്ല. ഇത് നിരവധി കോണിലേക്ക് ദർശനം, അതായത് സൗത്ത് വെസ്റ്റ് അവിടേക്ക് ദർശനമായിട്ട് വെക്കണം. കാരണം എന്താ അറിയോ? ലങ്ക നമ്മളെ നിരവധി കോണിലേക്കാ. പണ്ട് സാമൂതിരിയോട് പിണങ്ങിയിട്ട് മഹാലക്ഷ്മി മുട്ടായി തെരുവിൽ പോയി നിന്നു എന്നുള്ള കഥ അല്ലേ? ആ മഹാലക്ഷ്മിയും കൂടി ഞാൻ ഇതിലേക്ക് ആവാഹിച്ചിട്ടുണ്ട്. ഒക്കെ തനിക്ക് വേണ്ടിയിട്ടാ. ഇതിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾ വില മതിക്കുന്ന സാധനം അത്. എവിടെ പോകുമ്പോഴും ഇറങ്ങുമ്പോഴേ എന്റെ നികുംഭിലാദേവി എന്നെ കാത്തോളനെ എന്ന് ഈ കാൽമില് വെച്ച് ഇങ്ങനെ നമസ്കരിച്ചിറങ്ങ ഒക്കെ നേരെയാവും. സത്യം പറഞ്ഞാല് എനിക്കെന്തോ ഈ വിഗ്രഹത്തിനോടൊരു പേടി തോന്നുന്നു. അല്ല, ഇത്രയൊക്കെ ഗുണമുള്ള സാധനം ആയതുകൊണ്ടേ താൻ തന്നെ കയ്യിൽ വെച്ചോളൂ. ഗുണൊക്കെ തനിക്ക് തന്നെ കിട്ടിക്കോട്ടെ. അത് പറ്റില്ല. കാരണം എന്താ അറിയോ? ഞാൻ ഒരു വട്ടം മന്ത്രമൊക്കെ ചൊല്ലി സങ്കല്പങ്ങളൊക്കെ ചൊല്ലിയിട്ട് അതില് അവസാനം സമ്പ്രദതേ എന്ന് പറഞ്ഞ് തനിക്ക് തന്നതാണ്. ഇനിയിപ്പോ ഈ വിഗ്രഹം ഞാൻ കൊണ്ടുപോയാലും ഇതിന്റെ ചൈതന്യം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവില്ലേ? വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നോക്കിക്കോളൂ, 1 മണിക്കൂറിനുള്ളിലേ തന്നെ കർണാടകത്തിൽ നിന്ന് ഇയാൾ വിളിക്കും. ആര്? ഋഷഭ് ഷെട്ടി. അടുത്ത കാന്താരേന്റെ അടുത്തതില് താനാണ് ഡയറക്ടർ. പോരെ? ഇപ്പൊ കാണിച്ചു തരാം ഇതിലെ വൈഭവം. നോക്കിക്കോ. ഋഷഭ് ഷെട്ടി വിളിക്കുമ്പോ ഈ ക്ലോസറ്റിനുള്ളിലുള്ള സാധനം എങ്ങനെ എടുത്ത് അറ്റൻഡ് ചെയ്യുമെന്ന്. ക്ലോസറ്റിനുള്ളിൽ അതെന്താ പറ്റിയത്? മോനെ ക്ലോസറ്റിനുള്ളിലേക്ക് ഫോൺ എടുത്തിട്ടു, ഫ്ലഷ് അടിച്ചു. അതിന്റെ ബഹളാപ്പ കേട്ടത്. എന്താണോ ഇത്? എന്റെ നികുംഭിലാദേവി, തനിക്ക് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അനുഭവിക്കാൻ യോഗമില്ല.